കുംഭമേളയിൽ കുളിക്കാൻ എല്ലാവരും ഭക്തന്മാരാണോ? അയ്യപ്പ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ അമ്പലങ്ങൾ എന്ന് പറയുന്നതും ഫെയ്ത്ത് ഷോപ്പിംഗിന്റെയും ടൂറിസത്തിന്റെയും കേന്ദ്രമല്ല. ശ്രീ ജയരാജ് ഇവിടെ വെളിവാക്കിയതാണ് CPM-ന്റെ ഉള്ളിലെ മനസ്ഥിതി. ശ്രീ ജയരാജ് അത് പറഞ്ഞതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ശ്രീ ജയരാജ് പറഞ്ഞു പോയ ഫ്രോയിഡിയൻ സ്ലിപ്പാണ്. താങ്കൾ നാട്ടിലുള്ള ഇതൊരു ടൂറിസ്റ്റ് സെന്റർ അല്ല. ഫ്രോയിഡിയൻ സ്ലിപ്പിനെ കുറിച്ചൊന്നും താങ്കൾ പറയണ്ട. താങ്കൾ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? താങ്കൾ ദിലീപിനെയും താങ്ങി, താങ്കൾ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെയും താങ്ങി സകലമാന സ്ത്രീകൾക്ക് വിരുദ്ധമായി നിലപാടെടുത്ത് മുക്കിന് മാപ്പും പറഞ്ഞു നടക്കുന്ന നിലപാടുകളില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ. യാതൊരു നിലപാടുമില്ലാത്ത താങ്കൾ പറയുന്നതിന് അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ് ചെയ്യുന്നത്. താങ്കളോട് പല ആളുകൾ സംസാരിക്കുന്ന രീതിയില്ല. ഇത് താങ്കൾ ആവശ്യമില്ലാത്ത കാര്യം. താങ്കൾ ഞാൻ സംസാരിച്ചിട്ടില്ല. രാഹുൽ അദ്ദേഹത്തിന് മറുപടി കേൾക്കാം. ജയരാജ് ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. താങ്കൾ പ്രകോപിതനാകേണ്ട, താങ്കൾ അതിനുള്ള മറുപടി നൽകൂ. താങ്കളുടെ വാദത്തെ സാധൂകരിക്കുന്ന മറുപടി താങ്കൾ നൽകൂ. അത് താങ്കൾ പ്രകോപിതനാകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അതിന് മറുപടി പറയാം. ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചു. അവിടെയെല്ലാം ജനങ്ങൾ പോകാറുണ്ട്. പല സ്ഥലങ്ങളിൽ ജനങ്ങൾ പോകാറുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോകാറുണ്ട്. നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, ഇത്തരം അരിങ്കുലകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കാണാൻ പോകാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനകത്ത് താല്പര്യമുള്ള ആളുകളും പോകാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമലയിൽ വരുന്നവർ അയ്യപ്പ ഭക്തരല്ല, വിശ്വാസികളല്ല എന്നുള്ള കാര്യമാണോ താങ്കൾ പറയുന്നത്? അതാണ് CPM-ന്റെ നറേറ്റീവ് ആണെന്ന് പറയുന്നത്, CPM നറേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇപ്പം ഈ പറഞ്ഞ കണക്കുള്ള 40 ദിവസം വ്രതമെടുത്ത് 41 ദിവസം വ്രതമെടുത്ത് തന്നെയാണ് ഞാൻ ശബരിമലയിൽ പോയിട്ടുള്ളത്. ഞാനൊരു വിശ്വാസി ആയതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. പക്ഷേ 2 ദിവസം വ്രതമെടുത്ത് പോകുന്നവരുണ്ട്, 1 ദിവസം പോലും മാലയിടാതെ പോകുന്നവരുണ്ട്, ഇരുമുടി കെട്ടിടാതെ കയറാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ കച്ചവടം നടത്തുന്ന ആളുകളില്ലേ, പല ആളുകൾ അവിടെ വരുന്നില്ലേ? അവരൊന്നും വരുന്നില്ല എന്ന് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ശബരിമല കയറുന്നവരെല്ലാം വിശ്വാസികളാണോ? അല്ല, പലതരത്തിലുള്ള ആളുകൾ അവിടെ വരാറുണ്ട്. ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ശബരി റെയിൽപാത ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടുന്ന് ഒഴുകി വരികയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് സുഗമമായി ഇവിടെ വന്ന് പോകാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ അവിടെ വരികയും നമ്മളുടെ മതേതര സങ്കല്പം ഉയർത്തി കാണിക്കുകയും അയ്യപ്പന്റെ മഹത്വം എല്ലാവരും അറിയുന്നതും ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റ്? ശരി, അതിൽ താങ്കൾക്ക് എതിർപ്പുണ്ടോ? ഇതാണല്ലോ ഈ അവസാന സെഷനിൽ ഈ പിൽഗ്രിമേജ് ടൂറിസം എന്ന രീതിയിൽ ചർച്ചയ്ക്ക് വന്നതും. ശ്രീ സന്ദീപ് വാചസ്പതി. അല്ല, ഈ അവസാനം അതാണ് പറഞ്ഞത്. ശബരിമല എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു കാനന ക്ഷേത്രമാണ് എന്ന സങ്കല്പം അവസാനിക്കുന്നിടത്താണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നും മറ്റു പല പല സങ്കല്പങ്ങളിലേക്കും എടുത്തുകൊണ്ടു പോകുന്നത്. ഇത് സർക്കാരിന് പണമുണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമല്ല സർ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പമ്പയ്ക്ക് താഴെ കൊണ്ടുവന്ന് ക്യാബറയോ വല്ല എന്താ പറയുന്നത് നമ്മുടെ സണ്ണി ലിയോണിനെ കൊണ്ടുവന്ന് പമ്പയിൽ കുളിപ്പിച്ച് കാശുണ്ടാക്കും. അതാണ് നല്ലത്. ഇത് അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല. ഇത് കാനന ക്ഷേത്രമാണ്.